മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. കമൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തുണി ഷോപ്പിലോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ വെച്ച് അലീനയെ കാണുന്നുണ്ട്. അങ്ങനെ അലീനയും സ്റ്റാലിയും ഒരുമിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് നടന്നു പോകുന്നതാണ് കമല കാണുന്നത്. കമല ഇങ്ങനെ ചിന്തിക്കും, അപ്പോൾ ബാലചന്ദ്രൻ അവളെ ജോലിക്ക് വേണ്ടിയിട്ട് എവിടെയോ പുനലൂർ അവിടെ എവിടെയോ കൊണ്ടാക്കി എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇവൾ ഇവിടെ ഈ ഡ്രസ്സും കടയിൽ ആ പുരുഷൻ്റെ കൂടെ ചിരിച്ച് കളിച്ചിട്ടാണല്ലോ പോകുന്നത്. ബാലചന്ദ്രനെ മയക്കിയെടുത്തതുപോലെ ആളെയും മയക്കിയെടുത്തു എന്ന് തോന്നുന്നു. ആള് ഭയങ്കരി തന്നെ, എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കാൻ ഇവൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമല ദേഷ്യത്തോടു കൂടി കാറിലോട്ട് കയറുകയാണ്. അങ്ങനെ കാറിൽ കയറി കമല വീട്ടിലെത്തുന്നുണ്ട്. ആ സമയത്ത് മുന്നിൽ തന്നെ മനു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ദേഷ്യത്തോടു കൂടി കമല മനുവിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലും. മനു ചോദിക്കും, അമ്മ സാധാരണ ഡ്രസ്സ് എടുക്കാൻ പോയാൽ സന്തോഷത്തോടു കൂടിയാണല്ലോ വരാറ്, ഇന്നെന്തേ അമ്മയ്ക്ക് ഒരു ദേഷ്യമൊക്കെ വന്നിരിക്കുന്നു, എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് കമല പറയും, ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയിരുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ നശിച്ചവളെ കണ്ടു. ആ സമയത്ത് മനു ചോദിക്കും, ഏത് നശിച്ചവൾ? അപ്പോൾ കമല പറയും, അവളില്ലേ അലീന. അലീന. എന്തേ പറ്റി അലീനക്ക്? എന്നിട്ട് അമ്മ അവളോട് സംസാരിച്ചോ? ആ സമയത്ത് കമല പറയും, ആരവളോട് സംസാരിക്കാൻ നിൽക്കുന്നേ? നീ അവളെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നോ? അവളെ ഏതോ ഒരു പുരുഷൻ്റെ കൂടെ ചിരിച്ച് കളിച്ചിട്ടാണ് അവൾ ഡ്രസ്സും സാധനങ്ങളും എടുത്ത് അവിടെ നിന്നും പോയത്. നീ അവളെ മനസ്സിൽ കൊണ്ട് നടന്നോ? അവൾക്ക് നാട് മൊത്തം ആണുങ്ങളോട് കമ്പനി അടിച്ച് നടക്കുന്ന പരിപാടിയാണ്. ആ സമയത്ത് മനു കമലയോട് പറയും, അമ്മേ പറയുമ്പോൾ ഓരോ വാക്കുകൾ പറഞ്ഞ് സൂക്ഷിച്ച് പറയണേ. ആ സമയത്ത് കമല പറയും, അവൾ ചെയ്തത് തെറ്റല്ല, അല്ലാതെ ഞാൻ കണ്ട് അത് നിന്നോട് പറഞ്ഞതാണല്ലേ തെറ്റെന്ന് ചോദിക്കും. ആ സമയത്ത് മനു പറയും, അമ്മേ ഇല്ലാത്തത് പറയണ്ട, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അവൾ അവിടെ വെച്ച് ഒരു നല്ല പണമുള്ള ഏതോ ഒരാളാണ്, കണ്ടിട്ട് നല്ല തടിയൊക്കെ ഉണ്ട്, അയാളെ എന്തോ വശത്താക്കിയിരിക്കുന്നു. പിന്നെന്തിനാ അയാളുടെ കൈയൊക്കെ പിടിച്ച് ചിരിച്ച് കളിച്ച് അവൾക്ക് പോവേണ്ട ഒരു ആവശ്യം? അവൾ അവിടുത്തെ ജോലിക്കാരിയാണ് എന്നുണ്ടെങ്കിൽ അവൾ അങ്ങനെയാണോ പോകേണ്ടത്? ആ സമയത്ത് മനു പറയും, അമ്മ വിചാരിച്ചിരിക്കുന്നത് അവൾ അവിടുത്തെ ജോലിക്കാരത്തിയാണെന്നാ. അവൾ അവിടുത്തെ ഒരു ജോലി പോലും എടുക്കുന്നില്ല. അവൾ എന്ത് ഫുഡ് വേണം എന്ന് പറയുമ്പോഴും അവളുടെ മുന്നിലോട്ട് കൊണ്ടുവന്ന് വെക്കാൻ അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. എന്നിട്ട് അവിടെ ജോലി ചെയ്യുകയാണെന്നാണോ അമ്മയുടെ വിചാരം? പിന്നെന്താ ബാലചന്ദ്രനെ അവളെ ഇവിടെ നിന്നും ഏതോ ഒരു സ്ഥലത്തോട്ടേക്ക്, എന്തോ പുനലൂരോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞയച്ചത് അവളെ അവിടെ ജോലിക്കല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മനു പറയും, അവിടെ ജോലിക്കൊന്നുമല്ല അമ്മയെ അവളെ കൊണ്ടാക്കിയത്, അവൾക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട് അവിടെ, അത് ഞാൻ പിന്നീട് പറയാം, അതൊന്നും പറയാൻ സമയമായിട്ടില്ല, അവിടെയാണ് അവളെ കൊണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് ഇപ്പം തന്നെ വൈജയന്തിക്ക് വിളിച്ച് പറഞ്ഞേക്ക്, അതാണല്ലോ അമ്മയുടെ സ്വഭാവം. മനു പറയും, നീ അവളെ വലിയ പുണ്യാൾത്തിയാക്കാൻ നോക്കണ്ട, അവളെ അയാളുടെ കയ്യും പിടിച്ച് അയാളെ വശീകരിച്ചത് തന്നെയാണ്. അവൾ ആദ്യം ബാലചന്ദ്രൻ, ഇപ്പം ഏതോ ഒരു കോടീശ്വരൻ, അത് കഴിഞ്ഞാൽ അവൾ ഇനി വേറൊരാളെ തേടിപ്പോകും. അതാണ് അവളുടെ സ്വഭാവം, അതാണ് അവളുടെ ഗുണം എന്ന് പറയുകയാണ്. ആ സമയത്ത് മനു പറയും, അങ്ങനെ നോക്കുകയാണെങ്കിൽ പലവർക്കും പല ഗുണങ്ങളും ഉണ്ടല്ലോ. മനു പറയും, അമ്മ ഒരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് അമ്മയെ കുറിച്ചൊന്ന് ചിന്തിച്ചേക്ക്, ഈ കാര്യമൊന്നും ഇനി അച്ഛനോട് ചെന്ന് പറയാൻ നിൽക്കണ്ട, അച്ഛൻ്റെ വായിൽ നിന്നുള്ള ഫുള്ളും കേൾക്കും എന്ന് പറയുകയാണ്. പിന്നീട് മനു പറയുന്നുണ്ട്, ബാലചന്ദ്രൻ അങ്കിൾ അവളെ കൊണ്ടാക്കിയ അയാൾക്ക് എസ്റ്റേറ്റും വലിയ ബംഗ്ലാവും എല്ലാം ഉണ്ട്. അത് വേണമെന്നുവെങ്കിൽ അയാൾ അത് അവൾക്ക് എഴുതി കൊടുക്കും, വേണമെങ്കിൽ അവളെ പഠിപ്പിച്ച് വലിയ ജോലിക്കാരത്തിയാക്കും, പിന്നെ അമ്മയ്ക്കൊന്ന് താന്ന് നിൽക്കേണ്ടി വരും അവളുടെ മുന്നിൽ എന്ന് പറയുകയാണ്. ആ സമയത്ത് കമല ദേഷ്യത്തോടു കൂടി പറയും, അവളെ അതിന് ഈ പടി ചവിട്ടാൻ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അവൾ ഈ പടി കയറിയ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യും. ആ സമയത്ത് മെല്ലെ മനു പറയും, ഒരു കണക്കിന് അതാണ് നല്ലത്. മനു പറയും, അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി എടുക്കാൻ നോക്ക്, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയാൻ നോക്കരുത് എന്ന് പറയും. ദേഷ്യത്തോടു കൂടി കമല അടുക്കളയിലോട്ടാണ് പോകുന്നത്. അടുക്കളയിൽ ചെന്ന് ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്. ആ സമയത്തും കമല ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയാൾ ആരായിരിക്കും? അയാളുടെ കൈയെല്ലാം പിടിച്ചുകൊണ്ടാണല്ലോ അവൾ നടക്കുന്നത്, അവളുടെ ആ ചിരി എൻ്റെ മുഖത്ത് നിന്ന് പോകുന്നില്ല, അവൾ എവിടേക്കാണ് കൊണ്ടയച്ചത് എന്ന് ബബിതക്കറിയാം ആയിരിക്കും, അവൾക്കൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കമല ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്ത് കമല ബബിതക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ബബിത ചോദിക്കും, എന്ത് പറ്റിയ ആൻറ്റി ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കാൻ തോന്നിയത്? അമ്മ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഒരു വിളിയും തെളിയൊന്നും ഇല്ലായിരുന്നല്ലോ, അമ്മ അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ച് എത്രയും പെട്ടെന്ന് നിൻ്റെ അമ്മയെ കൊണ്ടുപോ എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സമയത്ത് കമല പറയും, എനിക്കതിനൊന്നും ഒഴിവ് കിട്ടിയിട്ടില്ല, അല്ല നിങ്ങളുടെ അലീനയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് പറയേ എന്ന് പറയാണ്. ആ സമയത്ത് ബബിത പറയും, അലീന ചേച്ചിക്ക് എന്താ കുഴപ്പമൊന്നുമില്ല, അലീന ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സുഖമായല്ലോ, അലീന ചേച്ചി ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും പോയില്ലേ, അപ്പോൾ കമലാൻറ്റിക്ക് എന്ത് പറ്റി? അലീന ചേച്ചിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നു. ഒന്നുമില്ല, വെറുതെ ഒന്ന് ചോദിച്ചതാ. അതല്ല, അവളെ എവിടേക്കാ ജോലിക്ക് ബാലചന്ദ്രൻ കൊണ്ടാക്കിയത്?
ആ സമയത്ത് ബബിത പറയും അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഡെയിലി അലീന ചേച്ചി ഞങ്ങളെ വിളിച്ച് വിശേഷങ്ങളെല്ലാം തിരക്കാറുണ്ട്. അതുമാത്രം അറിഞ്ഞാൽ പോരെ. അല്ല ചേച്ചി എവിടെയാ ജോലിക്ക് നിൽക്കുന്നതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മയ്ക്കും അതുപോലെ ആൻറ്റിക്കും അല്ലായിരുന്നോ ചേച്ചി ഈ വീട്ടിൽ നിന്നും പോകാഞ്ഞിട്ട് വലിയ യും ദേഷ്യവും. പിന്നെ എന്തിനാ അലീന ചേച്ചിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഇനി അവിടെയും ചെന്ന് ചേച്ചിയെ ഇറക്കി വിടാൻ എന്തെങ്കിലും ശ്രമിക്കാനാണോ? അതൊന്നുമല്ല, അവൾ ഇനി ആ കുടുംബവും നശിപ്പിക്കുമല്ലോ, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. ആ സമയത്ത് ബബിത പറയും അലീന ചേച്ചി ആരുടെയും കുടുംബം നശിപ്പിക്കാൻ നോക്കാറില്ല. അലീന ചേച്ചി ആ കുടുംബം എങ്ങനെ നേർവഴിയിൽ കൊണ്ടുപോകാനേ ശ്രമിക്കാറുള്ളൂ. ആൻറ്റിയാണ് ഒരു കുടുംബം എങ്ങനെ കലക്കാം എന്ന് ആൻറ്റിക്ക് നന്നായിട്ട് അറിയാലോ. ആ സമയത്ത് കമല ബബിതെ നീ എന്താ പറയുന്നതെന്ന് നോക്കിക്കോ ആരോടാണെന്ന്. ആ സമയത്ത് ബബിത പറയും ഞാനെന്താ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ആൻറ്റി കാണിക്കുന്നതല്ലേ പറഞ്ഞത്. ആ സമയത്ത് കമല പറയും ഞാൻ ഫോൺ കട്ട് ചെയ്യാം, നിന്നെയൊക്കെ വിളിക്കാൻ തോന്നിയ എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കമല ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കമല ഇങ്ങനെ ചിന്തിക്കുകയാണ് ആരായിരിക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. എങ്ങനെ വന്നാലും അയാളൊരു കോടീശ്വരനാണ്. കാരണം അയാളുടെ ഗെറ്റപ്പും ലുക്കും എല്ലാം കണ്ടാൽ ഏതോ ഒരു പണക്കാരനാണ്. ഇനിയിപ്പോൾ മനു പറഞ്ഞതുപോലെ അവൾക്ക് ഇനി കോടികളും ജോലികളും ബംഗ്ലാവുകളും എല്ലാം അയാൾ വാങ്ങിച്ചു കൊടുക്കുമോ? പിന്നെ അവളുടെ അഹങ്കാരം കാണേണ്ടി വരുമോ നശിച്ചവൾ. അവൾ ഒരുത്തി കാരണമാണ് എൻ്റെ മകൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.